നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. അറേബ്യൻ ഭക്ഷ്യപദാർത്ഥമായ ഷവർമ മൂലമുണ്ടാകുന്ന മരണങ്ങളും ഭക്ഷ്യവിഷബാധയും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അറേബ്യൻ നാടുകളിൽ നിന്ന് കേരളത്തിന്റെ തീൻമേശയിലെത്തിയ ഷവർമ, കുഴിമന്തി, അൽഫാം പോലുള്ള വിഭവങ്ങൾ കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ യുവജനതയുടെ മനസ്സിൽ വളരെ പെട്ടെന്നാണ് ഇടം പിടിച്ചത്. നമുക്കറിയാം, ഒരു ദേശത്തിന്റെ ഭക്ഷ്യ സംസ്കാരം രൂപപ്പെടുന്നത് ആ ദേശത്തിന്റെ കാലാവസ്ഥയും ജീവിതശൈലിയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് വളരെ വിഭിന്നമായ കാലാവസ്ഥയും ജീവിതശൈലിയും പിന്തുടരുന്ന അറേബ്യൻ നാടുകളിലെ അറേബ്യൻ ഭക്ഷ്യവിഭവങ്ങൾ കേരളത്തിലെ ഭക്ഷ്യ സംസ്കാരത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ, കേരളത്തിന്റെ സാമൂഹ്യ മേഖലയിൽ സൃഷ്ടിക്കുന്ന ഭീഷണികൾ, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ മേരി റെജീന, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ മേരി റെജീന, നമുക്കറിയാവുന്നതുപോലെ മലയാളിയുടെ ഒരു ഭക്ഷ്യ സങ്കല്പത്തെ മുഴുവൻ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഈ അറേബ്യൻ വിഭവങ്ങൾ മലയാളിയുടെ ഈ തീൻമേശയിൽ ഇടം പിടിച്ചത്. തീർച്ചയായും വളരെ ഒരു ആകർഷണീയമായ രീതിയിലാണ് ഈ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊരു മരണ കാരണമാകുന്നത്? ഇത്തരം ഭക്ഷ്യ വിഭവങ്ങൾ പലപ്പോഴും വിഷലിപ്തമാകുന്നത് എങ്ങനെയാണ് ഡോക്ടർ മേരി റെജീന? ജോർജ്, ഈ ഭക്ഷണ വിഭവങ്ങളിലേക്ക് ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മാംസാഹാരമാണല്ലോ. അത് അവിടെയാണ്, അതിന്റെ പാചകത്തിലാണ് ഇതിന്റെ പ്രശ്നം കടന്നുകൂടുന്നത്. ഇനി ഭക്ഷ്യ വിഭവത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്, അത് സംഭരിച്ചു വയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് പാചകം ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് വിതരണം ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ബേസിക് പ്രശ്നം ഹൈജീനാണ്. അത് ആദ്യം തന്നെ മലയാളി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മലയാളിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഹൈജീൻ വളരെ കൂടുതലാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ കുളിക്കും. പക്ഷെ ഒരു സാമൂഹ്യമായ, നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം, എല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അതിൽ ഈ പറയുന്ന ബാക്ടീരിയ, ഫംഗസ് എന്തൊക്കെയാണോ മറ്റുള്ളവന് ഹാനികരമായി ഉണ്ടാകാവുന്ന ഒക്കെ പെരുപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നവനാണ്. അങ്ങനെ ഒരു സംസ്കാരം എനിക്കറിയില്ല കേരളത്തിലുണ്ട്. സ്വന്തം ഉൽപ്പാദിക്കുന്ന വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അറിയാത്ത, കേരളത്തിനുള്ളിൽ മാത്രം മാനേജ് ചെയ്യാൻ അറിയാത്ത മലയാളി. പുറത്തു പോകുമ്പോൾ എല്ലാം ടോപ്പ് ഡീസന്റ് ആണ്, ഒരു കാര്യം. 2, ഈ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന അടുത്തുണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ ഷവർമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറച്ചി ഇങ്ങനെ അല്ലെ, മാംസം ഇങ്ങനെ തൂക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എപ്പോഴും ഒരിക്കൽ ഭക്ഷിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ആരോ വാങ്ങി തന്നപ്പോ അതിന്റെ പുറത്താണ് അതിന്റെ കുക്കിംഗ് മുഴുവൻ നടക്കുന്നത്. എന്നിട്ട് അത് ചെത്തിയെടുത്ത് അത് വീണ്ടും മയോനീസ് എന്ന് പറയുന്ന റോ എഗ് ബേസ് ആയിട്ടുള്ള ഒരു സാലഡ് പോലെ സാധനത്തിന്റെ കൂടെയും, പിന്നെ അതിനൊപ്പം ഫില്ലേഴ്സ് ആയിട്ട് മറ്റേ ബ്രെഡ്, പലതരം ബ്രെഡിന്റെ കുബൂസും ഒക്കെ കൂടി അതിന്റെ ഒപ്പം റോ വെജിറ്റബിൾസ് ആണ് ഫില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 സാധനങ്ങളിലും ബാക്ടീരിയൽ ഗ്രോത്ത്, ബാക്ടീരിയയാണ് നമുക്ക് ഏറ്റവും വിഷലിപ്തമായ, ഭക്ഷണത്തിലെ വിഷബാധ ഉണ്ടാക്കുന്നതിന് മുൻനിരയിൽ നിൽക്കുന്ന പലതരം ബാക്ടീരിയ ഉണ്ട്. അതിന്റെ ഇപ്പൊ പേരുകൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ബാക്ടീരിയക്ക് വളരാൻ കുക്കിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ, അതുകൊണ്ടാണ് പാരമ്പര്യമായി നമ്മൾ ഭക്ഷണം പാകം ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് എനിക്കിവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മാംസാഹാരം കഴിക്കുന്ന ആൾക്കാരായിരുന്നു, കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മുടെ നാടൻ രീതി അനുസരിച്ച് നല്ലോണം വേവിച്ച്, നല്ല ഒരുപാട് സമയം തീയിലിട്ട്, വലിയ ഉരുളിയിലൊക്കെ നല്ല തീക്കനലിന്റെ മുകളിൽ ഇട്ടാണ് നമ്മൾ മാംസാഹാരം പാകം ചെയ്യാറ്. ഒരുപാട് സമയമെടുത്താണ് പാകം ചെയ്യാറ്. പിന്നെ അതൊന്ന് കിച്ചണൊക്കെ ഒന്ന് മെക്കനൈസ്ഡ് ആയി, മോഡേണൈസ്ഡ് ആയപ്പോ പ്രഷർ കുക്കർ കടന്നു വന്നു. ഈ പ്രഷർ കുക്കിങ്ങും വളരെ യോജ്യമാണ്. നമുക്ക് ഈ മാംസാഹാരം പാകം ചെയ്യാൻ വേണ്ടി പ്രശ്നമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാംസം എന്ന് പറയുന്നത്, മീറ്റ് എന്ന് പറയുന്നത് ഒരു ലോ ആസിഡ് ഫുഡാണ്. ഇച്ചിരി അസിഡിക് ആയിട്ടുള്ള സാധനമാണ് ആസിഡ്. അതിന്റെ pH ആണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ ആസിഡിക് ആണോ ആൽക്കലൈൻ ആണോ ന്യൂട്രൽ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ pH ഹൈ ആയിട്ടുള്ള ലോ ആസിഡ് ഫുഡില് ബാക്ടീരിയൽ ഗ്രോത്തിന് വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ്. ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്ന
ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോർസ് ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ അപകടകാരിയായി തീരും. കാരണം എത്ര സമയം ഇത് പുറത്തു സൂക്ഷിക്കുന്നു, ഇത് ആവശ്യമുള്ള ടെമ്പറേച്ചർ ഇതിലൊന്നും അല്ല പ്രിസർവ് ചെയ്യാതെ പുറത്തു സൂക്ഷിച്ചാൽ ആ ബാക്ടീരിയ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോർസ് ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ആപൽക്കരമായി തീരുകയാണ്. ഈ ബാക്ടീരിയയും സ്പോർസും നശിപ്പിക്കാൻ 120 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ ഷവർമയിൽ സംഭവിക്കുന്നതുമായിട്ടുള്ള കാര്യം, ഇതിങ്ങനെ കുക്ക് ചെയ്യുന്ന മുഴുവൻ പുറത്തെ ലെയറിലാണ്. ഈ പുറത്തെ ലെയറിൽ ഈ ചൂടും നല്ല ചൂട് പോലെ കരിഞ്ഞു വരുമ്പോൾ ഉള്ള ഒരു രുചിയാണ് നമ്മുടെ മക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചൂട് അതിന്റെ ഇന്നർ ലെയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അവിടെ കുക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഈ പറഞ്ഞ 121 ഡിഗ്രിയാണ് ഒരു ഓപ്റ്റിമം ഡിഗ്രി സെന്റിഗ്രേഡ് പറയുന്നത്. അപ്പൊ അവിടെ പ്രോപ്പർ കുക്കിംഗ് നടക്കാതെ അതിങ്ങനെ ചെത്തിയെടുത്ത് പിന്നെ മയോനീസിന്റെ കൂടെ അവിടെയും ഈ പറഞ്ഞ ബാക്ടീരിയൽ ഗ്രോത്തും ഉണ്ടാകാം. റോ വെജിറ്റബിൾസിലും ഇത് തന്നെ ഉണ്ടാകാം. അപ്പൊ എവിടെ നിന്നാണ് ബാക്ടീരിയ നമ്മളെ ആക്രമിക്കുക എന്ന് പറയാൻ വയ്യ. ബാക്ടീരിയ ആണെങ്കിൽ 2 തരം. ഒന്നുകിൽ ഭക്ഷണത്തിൽ ബാക്ടീരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അത് ടോക്സിക് മെറ്റീരിയൽസ് ആയി മാറിക്കഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ബാക്ടീരിയ അസച്ച് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ടോക്സിക് ആയി മാറാം. അതിന്റെ കാലാവധി അനുസരിച്ചാണ് എപ്പോഴാണ് നമുക്ക് ഛർദിയും അസ്വസ്ഥതയും ഒക്കെ തുടങ്ങുന്നത് എന്ന് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചില ബാക്ടീരിയകൾ ഉള്ളിൽ ചെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥത, നമുക്കറിയാം വയറുവേദന, വോമിറ്റിംഗ് സെൻസേഷൻ, അല്ലെ വോമിറ്റിംഗ്, ലൂസ് മോഷൻ, ചെറിയ പനി, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരിക. അപ്പൊ എത്ര പെട്ടെന്ന് ഇത് വരുന്നു എന്നുള്ളത് ഇത് ഏത് രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നു, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ ചെല്ലുന്നതാണോ, ബാക്ടീരിയ അവിടെ ചെന്ന് നമ്മുടെ ഉള്ളിൽ ടോക്സിക് ആയി മാറുകയാണോ എന്നൊക്കെ അനുസരിച്ച്. അപ്പൊ കുക്കിംഗ് വളരെ പ്രധാനമാണ്. അത് മീറ്റിനാണേലും വെജിറ്റബിൾസിനാണേലും എഗ്ഗിനാണേലും. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പാരമ്പര്യം. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കുക്കിംഗ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ പുറമേയുള്ള ഭക്ഷണശാലകളിൽ നിന്ന് ഇത്തരം ഭക്ഷണങ്ങൾ വാങ്ങുവാനും ഉപയോഗിക്കുവാനും. പിന്നെ മൊത്തത്തിലുള്ള ഹൈജീൻ, കുക്ക് ചെയ്യുന്ന ആളുടെ ഹൈജീൻ, അദ്ദേഹത്തിന്റെ വിരലുകളിൽ നിന്ന് നമുക്കറിയാം ഈ കോളി പോലത്തെ ബാക്ടീരിയ ഇങ്ങോട്ട് കയറാം. അദ്ദേഹം പലപ്പോഴും അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. നമ്മുടെ മക്കൾ ഇതൊന്നും ആലോചിക്കുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി കൂട്ടമായിട്ട് ഇതൊരു ഹരമായി പോകുന്നു. ഭക്ഷണ രീതി മാറാനൊന്നും പോകുന്നില്ല. പക്ഷെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ തലങ്ങളിലുള്ള എൻഫോഴ്സ്മെന്റ് ബലപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മൾ സ്വയം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം നടത്തിപ്പുകാരും സ്വയം ഒരു സിവിക് സെൻസോടുകൂടി ഇതിനുള്ള സ്ട്രിക്റ്റ് ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. ഡോക്ടർ മേരി റീജിന് പറഞ്ഞതുപോലെ അതിന്റെ ഒരു കുക്കിംഗ് പ്രിപ്പറേഷൻ, ആ ഒരു മോഡാണ് പലപ്പോഴും ഈ അറേബ്യൻ ഭക്ഷ്യ പദാർത്ഥങ്ങൾ മൂലമുണ്ടാകുന്ന ഒരു ഭക്ഷ്യ വിഷബാധയ്ക്ക് പിന്നിലെ കാരണം. വളരെ വ്യക്തമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഈ ഷവർമ കഴിച്ചത് മൂലം കാസർഗോഡ് ചെറുവത്തൂര് +2 വിദ്യാർത്ഥിനി മരിക്കുകയുണ്ടായി. ഷവർമ മൂലം ഉണ്ടാകുന്ന ആദ്യത്തെ മരണമല്ല. നമുക്കറിയാം 10 വർഷം മുമ്പ് 2012 സച്ചിൻ എന്ന യുവാവ് ഷവർമ കഴിച്ചത് മൂലം മരണമടയുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു ഭക്ഷ്യ വിഷബാധകൾ പല സമയങ്ങളിലായി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ യുവജനങ്ങൾ പലപ്പോഴും ഈ അറേബ്യൻ ഭക്ഷ്യ വിഭവങ്ങളുടെ ഒരു ഡൈഹാർഡ് ഫാൻസ് ആണ്. ഒരു അഡിക്ഷൻ ഫാക്ടർ ഈ അറേബ്യൻ ഭക്ഷ്യ വിഭവങ്ങളോട് നമ്മുടെ യുവജനങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അസാധാരണമായ ഒരു അഡിക്ഷൻ നമ്മുടെ യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിന് നമ്മുടെ അറേബ്യൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങളോട് ഉണ്ടാകുന്നത്? മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായ ഒരു നാട്ടിൽ നിന്നുള്ള ഒരു ഭക്ഷ്യ പദാർത്ഥത്തോടാണ് നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരള സമൂഹത്തിന് ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശ്രീ രാഹുൽ ഈശ്വർ. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എല്ലാ ജനതകളും നമ്മൾ എന്ന കോർ, നമ്മൾ അതിൽ താഴ്ന്നു വീഴാതെ. വെജിറ്റബിൾ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. വളരെ ബിരിയാണിയും വെളിയിൽ നിന്ന് വന്നൊരു ഫുഡാണ്, വളരെ നല്ല ഫുഡാണ്, നമ്മളെല്ലാം സ്വാഗതം ചെയ്യുന്ന ഫുഡാണ്. പക്ഷെ ഇവിടെ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇതിന് ലഭിക്കുന്ന പ്രചാരം, ആ പ്രചാരത്തിന്റെ തോത് വളരെ അധികമാണ്. അതിനോടുള്ള അട്രാക്ഷൻ ജനിപ്പിക്കുന്നതിൽ അതിന്റെ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് നമ്മൾ പൊതുവേ പറയുന്ന മാനേജ്മെന്റിൽ ഉള്ള കാര്യങ്ങൾ. 2, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണ്ട ശക്തമായ
നടപടികൾ, ഡോക്ടർ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ്, അതിന്റെ ഗവൺമെന്റ് ചെക്കിംഗ്. എനിക്ക് ഓർമ്മയുണ്ട് സമാനമായ ഒരു സംഭവം തിരുവനന്തപുരത്തും വർഷങ്ങൾക്കൊന്നും നടക്കുകയും തിരുവനന്തപുരത്ത് നമ്മുടെ വഴുതക്കാട് ഭാഗങ്ങളിൽ ഇതേപോലെ ഷവർമ കഴിച്ച ഒരു വ്യക്തി മരണമടയുകയും ചെയ്യുന്നതിന്റെ പേരിൽ ഒരുപാട് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു റെഗുലേഷൻ വേണം, പ്രോപ്പറായ ചെക്കിംഗ് വേണം. നമ്മുടെ ഭാഗത്തു നിന്ന് ആരോഗ്യ രീതിയിലുള്ള കാര്യങ്ങൾ കുറെയൊക്കെ എല്ലാത്തിന്റെയും നന്മ നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ നാട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആഹാര രീതി തന്നെ വേണം. അത് വെജിറ്റേറിയൻ തന്നെ ആവണമെന്നൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ചരിത്രാതീതമായ കാലം മുതലേ ചില ഡയറ്ററി ഹിസ്റ്റോറിയൻസ് പറയുന്നത് കഴിഞ്ഞ 70,000 വർഷങ്ങളായി ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർ പലപ്പോഴും വ്യത്യസ്ത തരങ്ങളിലുള്ള ആഹാര കഴിച്ചിരുന്നു. നോൺ വെജ് അടക്കമുള്ള ആഹാരങ്ങളും വെജിറ്റേറിയൻ അടക്കമുള്ള ആഹാരങ്ങളും കഴിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട്, നമുക്കൊരു വലിയ ഡയറ്റിൽ തന്നെ വലിയൊരു ഡൈവേഴ്സിറ്റി ഉണ്ട്. ആ ഡൈവേഴ്സിറ്റി ഉൾക്കൊണ്ട് തന്നെ അതിന്റെ നല്ല വശങ്ങൾ സ്വാംശീകരിക്കാനും ഒരു പക്ഷേ ഇത്തരം എന്താ പറയുക ഓപ്പണായി ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പണായി ഷവർമ അടക്കമുള്ള കാര്യങ്ങൾ, ഷവർമ എനിക്ക് ഒരിക്കലും ഷവർമയുടെ യാതൊരു ദേഷ്യവുമില്ല, പക്ഷെ ഷവർമ അടക്കമുള്ള ആഹാരം കുക്ക് ചെയ്യുന്നത് കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിലും സേഫായ രീതിയിലും മാറ്റണമെന്നും ഇതൊരു വേക്കപ്പ് കോളായി ഈ ഷവർമയുടെ ട്രേഡേഴ്സും കാണണമെന്നും അത്തരത്തിൽ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംസ്കാരം ഈ രംഗത്ത് വരികയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ എന്തായാലും അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം സത്യമാണ്, വളരെയധികം പ്രചാരം അതിന് ലഭിക്കുന്നുണ്ട്, ഓർഗനൈസ്ഡ് ആയ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് അതിന് ലഭിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ ശരിയാണ്. അതൊരുപക്ഷെ അതിന്റെ ട്രേഡേഴ്സ് തന്നെ അതിന്റെ ബ്രാൻഡിങ്ങിന്റെ കാര്യത്തിൽ താല്പര്യം എക്സ്ട്രാ എടുക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അറബിക് ഫുഡ് കൾച്ചർ നമ്മുടെ നാട്ടിൽ ഒരു ബ്രാൻഡിങ്ങിന്റെ ഭാഗമായി വളരെ വളർന്നു വരുന്നുണ്ട്. അതിന് പിന്നിൽ ദുരുദ്ദേശം ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ബ്രാൻഡിങ് ഓർഗനൈസ്ഡ് എഫേർട്ട് ഉണ്ടെന്ന കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളിലാണ് ഇത്തരം പല കാര്യങ്ങളും ഫുഡ് ഹാബിറ്റ്സ് കൂടുതലായി വരുന്നത്. അതിന് മുമ്പ് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം, കൂടുതലായി വരുന്നത്. അത് ഒരു ആധുനിക മാർക്കറ്റിംഗ് ബ്രാൻഡിന്റെയും കൂടെ ടെക്നിക്ക് ആയിരിക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, മറ്റൊരു കാര്യം, മറ്റൊരു ആശങ്കപ്പെടേണ്ട മറ്റൊരു വസ്തുത, ഈ ഒരു ഭക്ഷ്യ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിൽ നിന്നൊക്കെ വിഭിന്നമായ പുറം നാട്ടിൽ നിന്ന് വന്ന ഒരു ഭക്ഷ്യ സംസ്കാരമാണ്. ഇത് നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതം തീർച്ചയായും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ? ഒരു ആശങ്കയുണർത്തുന്ന ഒരു വസ്തുതയിൽ നമ്മുടെ തനതായ ഒരു സംസ്കാരത്തെ ഒരു ദോഷകരമായി ഈ ഒരു സംസ്കാരത്തിന്റെ കടന്നുകയറ്റം ബാധിക്കുകയില്ലേ ശ്രീ രാഹുൽ ഈശ്വർ? അല്ല, പൊതുവേ തന്നെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിന്റെ തന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ എല്ലാം ഇൻസ്റ്റന്റിന്റെ കാലത്തിലേക്ക് പോകുമ്പോൾ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിന് തന്നെ ഒരു പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാറ്റങ്ങളുടെ നല്ല കാര്യങ്ങൾ നമ്മൾ സ്വാംശീകരിക്കുകയും നല്ലതല്ലാത്ത കാര്യങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യണം എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വേണം നമ്മൾ പോകാനുള്ളത്. അതുകൊണ്ട് മാറ്റങ്ങളുടെ പോസിറ്റീവായ കാര്യങ്ങൾ അല്ല, പലപ്പോഴും അൺഹെൽത്തി ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ മോഡേൺ കാലത്ത് തന്നെ നമ്മുടെ ആരോഗ്യ സമ്പ്രദായങ്ങളെ കുറിച്ച് സ്കൂൾ കോളേജ് തലങ്ങളിൽ തൊട്ടുള്ള അവയർനെസ്, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് അടക്കമുള്ള കാര്യം അമേരിക്കയിലടക്കം എടുത്തു നോക്കിയാൽ നമ്മുടെ നാട്ടിലൊരു മക്ഡൊണാൾഡൈസേഷൻ എന്നൊക്കെ വരുന്നുണ്ട് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും ആധുനിക കാലത്ത് ഫാസ്റ്റ് ഫുഡുകൾ വിശാല അർത്ഥത്തിലും ഇത്തരത്തിൽ ഓരോ പ്രവണതകൾ സൂക്ഷ്മാർത്ഥത്തിലും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഡോക്ടർമാരും ഗവൺമെന്റുമാണ് അത് ചെയ്യേണ്ടത്. ആ അവയർനെസിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളും കൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഓക്കെ, വ്യക്തമാണ്. ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA, ഈ അറേബ്യൻ ഭക്ഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും നമ്മുടെ ചെറു നഗരങ്ങളിൽ പോലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും പോലെ പലപ്പോഴും ഈ അറേബ്യൻ ഭക്ഷ്യശാലകൾ മുളച്ചു പൊന്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവജനങ്ങൾക്ക് ഇതിനോടൊരു അഡിക്ഷൻ ഒരു ഫാക്ടർ ഉണ്ട്. എങ്കിലും ഈ ഒരു അസ്വാഭാവിക ഒരു വളർച്ചയ്ക്ക് പിന്നിൽ, ഈ അറേബ്യൻ ഭക്ഷണശാലകളുടെ അസ്വാഭാവിക വളർച്ചയ്ക്ക് പിന്നിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഈ അറേബ്യൻ ഫുഡിനോടുള്ള ഒരു ക്രേസ് മാത്രമാണോ? ഞാൻ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, നമുക്കറിയാം കോവിഡിന് ശേഷം വളരെയധികം പ്രതിസന്ധി നേരിട്ട ഒരു മേഖലയാണ് നമ്മുടെ ഹോട്ടൽ വ്യവസായം. പക്ഷെ കോവിഡിന് ശേഷമൊക്കെ ആണെങ്കിൽ ചെറുനഗരങ്ങളിൽ പോലും ചെറിയ ഷവർമ ഷോപ്പുകളൊക്കെ വളരെ മുക്കിലും മൂലയിലും ഒക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിന് പിന്നിൽ ഒരു അറേബ്യൻ ഫുഡിനോടുള്ള ഒരു ക്രേസ് ഫാക്ടർ മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിലുണ്ടോ? ഫാദർ ജോൺസൺ പാലപ്പള്ളി. ആമുഖമായിട്ട് നമ്മുടെ മലയാളികളുടെ കോഴിപ്രണയം എന്തുമാത്രം തീവ്രമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കണക്ക് ഞാൻ പറയാം. ഒരാഴ്ച മലയാളികൾ അകത്താക്കുന്ന കോഴികളുടെ എണ്ണം 50 ലക്ഷമാണ്. അതില് 40% ആഭ്യന്തര വിപണിയിൽ നിന്നും. അതായത് 20 ലക്ഷം കോഴികൾ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന കോഴികൾ മലയാളികൾ കഴിക്കുമ്പോൾ ബാക്കി 30 ലക്ഷവും തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്ന കോഴികളാണ്. അതിന്റെ തുക ഇരിച്ചു പറയുകയാണെങ്കിൽ 58 കോടി രൂപയുടെ കോഴിയിറച്ചിയാണ് മലയാളികൾ ഇന്ന് ഒരാഴ്ച കഴിച്ചു കൂട്ടുന്നത്.
അതായത് കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് കണക്കെടുപ്പ്. ഈ 2021 ജനുവരി 7 ഒരു ഇന്ത്യയിലെ ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിലാണ് ഈ വാർത്ത അച്ചടിച്ചു വന്നിരിക്കുന്നത്. എനിക്ക് കൗതുകരമായിട്ട് തോന്നിയ ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഇന്ന് നമ്മുടെ കേരളത്തില് വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിക്കുവാനായിട്ട് നിരവധി ലാബുകളുണ്ട്. പക്ഷേ വയറ്റിലേക്ക് പോകുന്നത് അതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കാനായിട്ടുള്ള ലാബുകളുടെ എണ്ണമൊക്കെ വളരെ ചുരുക്കം. നമുക്കറിയാവുന്നതുപോലെ കേരളത്തില് 140 നിയോജകമണ്ഡലങ്ങളിൽ ഓരോ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ വെച്ച് ഉണ്ടാകണം എന്നുള്ളതാണ് കണക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ 99 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുള്ളൂ. ബാക്കി 41 നിയോജക മണ്ഡലങ്ങളിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാര് ഇല്ല. അതുമാത്രമല്ല, ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ കസേര 2 വർഷമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, ഒരു ചെറു പട്ടണത്തിൽ പോലും നിരവധി കടകളാണുള്ളത്. അപ്പോ ഒരു മണ്ഡലം മുഴുവൻ നോക്കാനായിട്ട് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ കണക്കാക്കുക. നമ്മൾ വേറെ കാര്യം ചിന്തിക്കേണ്ടത്, കേരളത്തില് ഏതാണ്ട് 5.5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് കേരള സംസ്ഥാനത്തിൽ സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നവര്. എന്നിട്ടും അത് ഈ നമ്മൾ ബീഹാർ വെച്ച് നോക്കുമ്പോഴേക്കും ബീഹാറിലെ 1 ലക്ഷം ജനങ്ങൾക്ക് 312 സർക്കാർ ഉദ്യോഗസ്ഥരേ ഉള്ളൂ. ഗുജറാത്തിലാണെങ്കിൽ 1 ലക്ഷം ജനങ്ങൾക്ക് 707, മഹാരാഷ്ട്രയിലാണെങ്കിൽ 624. ആ സ്ഥലത്ത് കേരളത്തിലെ 1 ലക്ഷം ആൾക്കാർക്ക് 1569 സർക്കാർ ഉദ്യോഗസ്ഥർ ഉള്ളപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായ ഈ ഭക്ഷ്യ സുരക്ഷ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാനും വേണ്ടിയിട്ട് സർക്കാരിന് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൂടാ? ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ മലയാളികളുടെ ഫുഡ് സംസ്കാരത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാനതിനെ ലളിതമായിട്ട് മലബാറി വൽക്കരണം എന്ന് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പ്രത്യേകതരം കടകൾ, അതിന്റെ ഇന്റീരിയർ സെയിം ആയിരിക്കും, മിക്കവാറും കറുത്ത ഇന്റീരിയർ ആയിരിക്കും ഈ കടകളുടെ പൊതു സ്വഭാവം. പിന്നെ ഒരു മഞ്ഞ ലെറ്റർ അല്ലെങ്കിൽ വെളുത്ത ലെറ്റർ, ഇതിലെല്ലാം ഒരു സമാന സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഞാനൊന്ന് ഉദ്ധരിക്കുകയാണ്. എന്റെ അഭിപ്രായമല്ല. അത് പ്രകാരം നമ്മുടെ ഇത്തരത്തിലുള്ള ചെറു ലഘു പട്ടണശാലകൾ വഴി ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയാണ്. അത് പ്രകാരം നമ്മൾ അറിയേണ്ട വേറൊരു സംഗതി, കാശ്മീർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ IBക്ക് ഓഫീസ് ഉള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഇരാറ്റുപേട്ട, പെരുമ്പാവൂര്, ആലപ്പുഴ തുടങ്ങിയ കരുനാഗപ്പള്ളി തുടങ്ങിയ കാലങ്ങളിൽ IBയുടെ ഓഫീസ് നടന്നു കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. അത് മാത്രമല്ല, നമ്മൾ ആലപ്പുഴയിൽ ഒരു കൊലപാതകം ഉണ്ടായപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊച്ചി നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വലിയ പ്രതിഷേധ ജാഥ ഒരു വിഭാഗം ആൾക്കാർ ഓർഗനൈസ് ചെയ്തു. ആ ജാഥയിൽ പങ്കെടുത്തവരുടെ പശ്ചാത്തലം നമ്മുടെ ഇന്റലിജൻസ് അന്വേഷിച്ചപ്പോൾ അവരൊക്കെ ഇതുപോലുള്ള ഈ ഫാസ്റ്റ് ഫുഡ് കടകളിലെ ജോലിക്കാരാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതെന്റെ കണ്ടെത്തലല്ല, ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ കണ്ടെത്തലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ മലയാളികളുടെ ഭക്ഷണശീലത്തെ സ്വാധീനിക്കാനായിട്ട് ഈ മലബാറി വൽക്കരണം ഏറെ കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു 4 തൂണും ഒരു ടാർപോളയും വിരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏത് റോഡ് സൈഡിലും എനിക്ക് ഒരു കട തുടങ്ങാം. അത് അൽഫാമം, കുഴിമന്തിയൊക്കെ ആരും ചോദിക്കാനായിട്ട് വരില്ല. നമുക്കറിയാം, ഇന്നലെ കൊല്ലം ജില്ലയിൽ 11 കടകളാണ് പൂട്ടിച്ചത്. കേരളത്തിൽ മൊത്തം 43 കടകൾ പൂട്ടിച്ചു. ഇന്ന് ഞാൻ കേരളത്തിലെ ലീഡിംഗ് പത്രങ്ങളായ മാതൃഭൂമി, മനോരമ, ദീപിക ഇതെല്ലാം അരിച്ചു പെറുക്കിയിട്ട് പോലും ഈ കടകളുടെ പേരൊന്നും ഒരു പത്രത്തിലും കാണുന്നില്ല. ഈ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് തക്കാര എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു വലിയ ഹോട്ടലുണ്ട്. രാകേഷിനൊക്കെ നന്നായിട്ട് പരിചയം ഉണ്ടായിരിക്കും തക്കാര ഹോട്ടൽ. തക്കാര ഹോട്ടലിന്റെ കഴക്കൂട്ടത്ത് നിന്ന് അവിടെ നിന്ന് ഇന്നലെ ഞാൻ ഹോട്ടലിന്റെ പേര് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു പാഠപുസ്തകമാകുള്ളൂ. 16 കിലോ മോശമായ ഇറച്ചിയാണ് പിടിച്ചെടുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ പരിശോധനയ്ക്ക് പറയുന്ന ഒരു ഓമനപ്പേരുണ്ട്, മിന്നൽ പരിശോധന. പറ്റിയ പേരാണ് ഈ മിന്നൽ പരിശോധന. കാരണം ഈ പരിശോധന വെറും മിന്നലാണ്. ഒന്ന് കയറി ഇറങ്ങി പോകുന്നു, പിന്നെ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂടിയ ഓഫീസർമാരുടെ എണ്ണം ഇപ്പം മന്ത്രി ഓർഡർ ഇട്ടിരിക്കുക, എല്ലായിടത്തും പോയി പരിശോധന നടത്തണമെന്ന്. 140 മണ്ഡലങ്ങളും പരിശോധിക്കാനായിട്ട് ഉദ്യോഗസ്ഥരുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മലയാളികളുടെ ഭക്ഷണശീലത്തിൽ ഈ മലബാറി വൽക്കരണം വലിയ ഒരു അപകടമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് നമ്മൾ ഒരു TV മേടിക്കുന്ന പോലെയോ ഫ്രിഡ്ജ് മേടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വസ്ത്രം മേടിക്കുന്ന പോലെയോ അല്ല ഈ ഫുഡ്. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുന്ന ഈ പദാർത്ഥത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കാനായിട്ട് ഗവൺമെന്റ് ഇടപെടുന്നില്ല എങ്കിൽ 5.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റേണ്ട കാര്യമുണ്ട്. ഇത് നമ്മുടെ പ്രൈം കൺസേൺ ആയിട്ട് വരണം. ഞാനൊരു നമ്മുടെ തിരുവനന്തപുരത്ത് 2012 ജൂൺ 7 മരണപ്പെട്ട
റിക്കി എന്ന് പറയുന്ന 21 വയസ്സുകാരനായ ആ യുവ എഞ്ചിനീയറുടെ മാതാപിതാക്കൾ 2016 ഒരു TV പറഞ്ഞു, എന്റെ കുട്ടിയുടെ ജീവൻ അപഹരിച്ച ആ ഹോട്ടലിന്റെ ഉടമകൾ ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഒരു കൂസലുമില്ലാതെ നടക്കുന്നു. ഇനിയും ഇതുപോലുള്ള മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനകൾ കേരള സമൂഹം കാണാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ മൂവാറ്റുപുഴ എന്ന സ്ഥലത്താണ് ഞാൻ താമസം. ഈ മൂവാറ്റുപുഴയിൽ ഒരു പ്രമുഖ ഹോട്ടൽ ശൃംഖലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. മയോണൈസ് കഴിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതൊന്നും മാധ്യമങ്ങളിലേക്ക് വന്നത്. മാധ്യമങ്ങളിൽ നമ്മൾ 2 വാർത്ത മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ട് ജോർജ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, അതായത് ഈ ഹോട്ടൽ ശൃംഖലയിൽ അതുപോലെ തന്നെ ഈ മലബാറി വൽക്കരണം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ ഒത്തിരി നിഷേധാത്മകമായി ബാധിക്കുകയും അത് ഒരു തെറ്റായ പ്രവണതയിലേക്ക്, അപകടകരമായ തെറ്റായ പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. ഓക്കെ, വ്യക്തമാണ്. വളരെ ആശങ്കയുയർത്തുന്ന ചില കാര്യങ്ങളാണ് ഫാദർ ജോൺസൺ പാലപ്പള്ളി പങ്കുവച്ചത്. ഡോക്ടർ മേരി റെജിന, അങ്ങൊരു വീട്ടമ്മ കൂടിയാണ്. നമുക്കറിയാം ഈ ഒരു നോൺ വെജ് ഫുഡ് മലയാളികൾക്ക് ഒരു പുത്തിരിയല്ല. നമുക്കറിയാം ഇപ്പൊ കോഴിക്കറിയാണെങ്കിൽ നാടൻ കോഴിക്കറി, നാടൻ ബീഫ്, അങ്ങനെയൊക്കെ മലയാളികളുടെ തന്നെ ഒരു തനതായ ഒരു ഭക്ഷ്യ വസ്തുക്കൾ മലയാളികൾക്ക് തന്നെ സ്വന്തമായിട്ടുണ്ട്. അതിൻ്റെതായിട്ട് തനതായിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഈ അറബിക് ഫുഡ് മാത്രമല്ല, ഈ ഫാസ്റ്റ് ഫുഡ്, ചൈനീസ് ഫുഡ്, അതിലേക്കൊക്കെയുള്ള ഒരു പോക്ക് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ, മലയാളിയുടെ ഒരു ജീവിത ശൈലിയെ അത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും ഡോക്ടർ മേരി റെജിന? അത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് ഈ ഒരു വളരെ ഫേറ്റൽ ആയിട്ടുള്ള 1-2 ഇൻസിഡൻസ് കൊണ്ട് മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണത്തെയാണ് ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഭക്ഷണം, വ്യായാമം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അവിടെയാണ് അച്ഛൻ പറഞ്ഞ ഈ കോഴിയുടെ ഉള്ള ഒരു ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ഇതിലൊക്കെ ഒരു പോസിറ്റീവ് കാര്യം സ്ത്രീകൾക്കുണ്ട്. ഒരു വീട്ടമ്മയായി എന്നെ വിശേഷിപ്പിച്ചത് കൊണ്ട് ജോർജ് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഈറ്റ് ഔട്ട്സ്, ഡൈനിങ് ഔട്ട്, ഈറ്റിംഗ് ഔട്ട് പ്രക്രിയകൾ വന്നത് വളരെ അടുത്ത കാലത്താണ്. ഇപ്പൊ ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിൽ പെൺകുട്ടികൾ പോയിട്ട് ഒരു ഹോട്ടലില് സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുവോ, അത് എന്റെ പെൺകുട്ടികൾ ഒന്നിച്ചു പോയി ഭക്ഷണം കഴിക്കുവോ, ഒറ്റയ്ക്ക് പോയി കഴിക്കുവോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലം മാറിപ്പോയി. ഇപ്പൊ എല്ലാവരും ഇതാണ്. അതിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്, അത് ഞങ്ങളെ പോലുള്ള അമ്മമാരാണ്. കാരണം ഞങ്ങൾക്ക് വീട്ടില് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരുപാട് ലാഭം, സമയലാഭം, ആരോഗ്യ ലാഭം ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ അമ്മമാര് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതും, ഇപ്പൊ ഇത് അറേബ്യൻ ഫുഡ് മാത്രമല്ല, അച്ഛനത് മലബാറി ഫുഡ് എന്ന് പറഞ്ഞു, ഇതൊന്നും മാത്രമല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യൻ പാനിപൂരി, ഇതൊക്കെ തന്നെ ഇതിൽ നിന്നൊക്കെ ഭക്ഷ്യവിഷബാധ ഏറ്റെന്ന് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അത് ഈ ഒരു ഡെത്ത് അല്ലെ ഫേറ്റൽ ആവുന്നില്ല എന്ന് മാത്രം. അതൊരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ചൈനീസ് ഫുഡ്, ആദ്യം ഇവിടെ വന്ന ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഭക്ഷണത്തിന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ തനതായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കാനാണ് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പോഴാണ് ഇവർ ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ തേടിപ്പോകുന്നത്. അല്ലാതെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറും അവിയലും കഴിക്കാനാണെങ്കിൽ ഇവര് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിന്റെ മാറ്റത്തിനനുസരിച്ച് ഇവരിവിടെ പോകുന്നു, കഴിക്കുന്നു. പിന്നെ ജോലിയുടെ ഒരു കാര്യം, അമ്മമാരും ഉദ്യോഗസ്ഥരാകുമ്പോൾ അവരും കുറച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ. പിന്നീട് ഇത് പുറത്തുപോയി കഴിക്കുന്ന മാത്രമല്ല, ഇപ്പൊ വീട്ടിലേക്ക് എത്താനും സംവിധാനമായി. നമ്മളുടെ ഓൺലൈൻ ഭക്ഷണ വിപണി ഉണർന്നു. സ്വിഗ്ഗി, സൊമാറ്റോ മുതലായവർ നമ്മൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള ഭക്ഷണം വീട്ടിൽ എത്തിച്ചു തരുന്നു. എനിക്കറിയാം പല വീടുകളിലും ഇപ്പൊ ഭക്ഷണം വയ്ക്കലേ ഇല്ല എന്നുള്ളത്. അപ്പൊ കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് വളരെ ചെറിയ കുട്ടികൾ തന്നെയാണ് ഈ ആപ്പിൽ നിന്നൊക്കെ ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വലുതാണ് എന്ന തിരിച്ചറിവ് വീട്ടമ്മമാർക്ക് അല്ലെ അമ്മമാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെ എങ്ങോട്ടാണ് നമ്മുടെ മക്കളുടെ ആരോഗ്യം, ഇപ്പൊ ഒബേസിറ്റി, തടി ഉള്ള കുട്ടികൾ എന്ന് പറയുന്ന, പണ്ട് എല്ലാവരും മെലിഞ്ഞായിരുന്നു. കാരണം ഒരുപാട് നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്ത് മലയാളിയുടെ രൂപം തന്നെ മാറിപ്പോയല്ലോ. ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. ഭക്ഷണശീലങ്ങളുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും. നമ്മളുടെ ഷേപ്പ് ആണെങ്കിലും സൈസ് ആണെങ്കിലും. ഇപ്പൊ വലിയ കുട്ടികളാണ്, പഴയ പോലെ എന്താ കുള്ളന്മാരൊന്നും അല്ല കേരളത്തിലുള്ളത്. ഒരു നൂറ്റാണ്ട് കൊണ്ട് വന്ന ഭക്ഷണത്തിൽ വന്ന ഒരു സമൃദ്ധി വന്നതോടുകൂടി എന്ന് വേണമെങ്കിൽ പറയാം. എന്തും വാങ്ങി കഴിക്കാനുള്ള ഒരു പ്രാപ്തി നമുക്ക് കൈവരിച്ചു. ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ, ഗ്ലോബലൈസേഷൻ ഉണ്ട്, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അമ്മമാരുടെ മടിയുണ്ട്, അത് ഞാൻ പറയും.
അങ്ങനെ ശീലങ്ങൾ മാറി മാറി വരുമ്പോൾ പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവിക്കുന്നത്? അവിടെയാണ് ഇതെല്ലാം നല്ലതാണ്, എല്ലാത്തിലും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണം, ആഘോഷം വേണം, നമുക്ക് കൂട്ടായ്മകളിൽ വേണം, കുട്ടികൾ പുറത്തേക്ക് അന്തർമുഖരാകാതെ എല്ലാവരും കൂട്ടത്തിൽ സഞ്ചരിക്കണം, അവര് എൻജോയ് ചെയ്യണം, ജീവിതം എൻജോയ് ചെയ്യണം, പഴയ പോലെ അല്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്താലും ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ്, നമ്മളുടെ ഭക്ഷണത്തിനല്ലാത്ത ഈ അൺകുക്ക്ഡ് ഫുഡ് അല്ലെങ്കിൽ സെമി കുക്ക്ഡ് ഫുഡൊക്കെയാണ് ഇപ്പൊ കിട്ടുന്നത്. അല്ലെ റോ ആയിട്ടുള്ള വെജിറ്റബിൾസ്, ശരിയാണ്, വളരെ ഹൈജീനിക് ആയിട്ട് വീട്ടിൽ കഴുകി നമ്മൾ എടുക്കുന്ന ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും ഒക്കെ പോലെ അല്ല മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതുപതി ചെത്തി കൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് റോ വെജിറ്റബിൾസും റോ സാലഡ്സും ആയിട്ട് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കുക. അത് ഓരോ സ്ഥലത്തെയും ഇതുപോലെ ഇരിക്കും. പക്ഷെ കുറച്ച് പൈസയ്ക്ക് കൂടുതൽ സാധനങ്ങളും കുറെ അധികം എൻജോയ്മെന്റും കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കിയായിരിക്കാം ചിലപ്പോൾ യുവജനങ്ങൾ പോകുന്നത്. നമ്മുടെ ആരോഗ്യം പരമപ്രധാനമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മശേഷി നഷ്ടപ്പെടും. നമ്മുടെ യുവജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. രോഗാതുരമായ ഒരു കേരളത്തെ ആണോ നമ്മൾ ഇതിൽ നിന്നെല്ലാം വാർത്തെടുക്കുന്നത്? ഇത്തരം ചിന്തകളും കൂടി ഇതിനോടൊപ്പം പ്രചരിപ്പിക്കാൻ അത് നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. മാധ്യമം ബാധ്യസ്ഥരാണ്, സ്വയം ചിന്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. മലയാളി നല്ല ബുദ്ധിയുള്ള വർഗത്തിൽപ്പെട്ടതാണല്ലോ. അപ്പം എളുപ്പ വഴികൾ തേടി പോകുമ്പോൾ വീട്ടമ്മമാരും ഇത്തരം കാര്യങ്ങളിൽ കൂടി ബോധവാന്മാരായിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. ശ്രീ രാഘവീശ്വർ, ഫാദർ ജോൺസൺ പാലപ്പള്ളി തുടക്കത്തിൽ ഈ കാര്യത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു ഇടപെടലിനെ പറ്റിയൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം ഒത്തിരിയധികം നിയമങ്ങൾ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. 2011 തന്നെയാണെങ്കിൽ ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമം കേന്ദ്ര സർക്കാർ പാസാക്കി. പിന്നെ നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. ഒരു ഭക്ഷ്യ വിൽപ്പനശാല ആരംഭിക്കണമെങ്കിൽ ലൈസൻസ് വേണം. ലൈസൻസ് ലഭിച്ചാൽ പോലും വർഷത്തിൽ ഒരിക്കൽ അത് പരിശോധിക്കണമെന്ന നിയമമൊക്കെ നിലവിലുണ്ട്. എന്നാൽ പലപ്പോഴും ഈ നിയമങ്ങളൊക്കെ കടലാസിൽ ഒതുങ്ങുന്നു. പിന്നെ മറ്റൊരു പ്രധാന വസ്തുത ഫാദർ ജോൺസൺ പാലപ്പള്ളി ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പരിശോധിക്കുവാനുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ്. ഇനി പരിശോധിച്ചാൽ തന്നെ ആ ഹോട്ടൽ വ്യവസായിയും ഗവൺമെന്റും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് തീർച്ചയായും ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഒരു ആരോഗ്യത്തെ വളരെ ഡയറക്റ്റായി ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ഗവൺമെന്റ് കുറെ കൂടി ഇക്കാര്യത്തിൽ ഒരു ഗൗരവമായി ഈ വിഷയങ്ങൾ എടുക്കേണ്ടത്. നമുക്കറിയാം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്തരം നിയമങ്ങൾ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? ഉറപ്പായിട്ടും വളരെ സീരിയസ് ആയി നമ്മൾ ചിന്തിക്കേണ്ട, വളരെ സീരിയസ് ആയി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഫാദർ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധയോടെ ഞാൻ കേൾക്കുകയായിരുന്നു. പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേക്കും കൂടി സമൂഹത്തിന്റെ ശ്രദ്ധ പോകും എന്ന് തന്നെ കരുതുന്നു. അതോടൊപ്പം നമ്മൾ പലപ്പോഴും ആധുനിക കാലത്ത് പറയാറുണ്ട് ഈ ഗട്ടിന്റെ ഹെൽത്ത് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ എത്രമാത്രം ഇഫക്ട് ചെയ്യുന്നത് ഗട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ വയറാണ്, ഗട്ടിനുള്ളിലെ ട്രില്യൺസ് ഓഫ് മൈക്രോബ്സ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ആരോഗ്യം വളരെ പരമപ്രധാനമാണ്. ആ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്നു. പക്ഷേ സമീപകാലത്ത് പല കാരണങ്ങളും നഷ്ടപ്പെട്ടു. നമുക്ക് മാത്രമല്ല, പലപ്പോഴും ഒരു മുമ്പോട്ട് പോകുമ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഒക്കെ വരികയും അവരുടെയൊക്കെ ഹെൽത്തിനെ വളരെ സീരിയസ് ആയി ബാധിക്കുകയും ചെയ്തു. അവിടെയാണ് ഒരു പ്രോപ്പർ അവയർനെസ് അല്ലെങ്കിൽ പ്രോപ്പർ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചുള്ള അവയർനെസ് ഡോക്ടറെ പോലുള്ളവരും ഫാദറിനെ പോലുള്ളവരും ഒക്കെ നമ്മുടെ സ്കൂൾ തലങ്ങൾ മുതൽ ഒരു പക്ഷേ 7, 8, 9 വയസ്സുകൾ തുടങ്ങണം. ഇത് ഞാൻ രണ്ടുപേരും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എന്റെ മകനടക്കം, എന്റെ മോൻ 5 വയസ്സേ ഉള്ളൂ, യാഗെന്നാണ് പേര്. പലപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ നിർബന്ധം പിടിക്കുമ്പോൾ നമ്മൾ തന്നെ മോൻ പറയുന്നതല്ലേ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജാഗ്രത, ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ നിതാന്തമായി നമ്മുടെ പേരൻസിന് ഒരു വിജിൽ ആൻഡ് കെയർ അത് പറയുമ്പോഴേ ആവുള്ളൂ. ഇതിപ്പോ ഈ ചർച്ച കേട്ടപ്പോൾ ഞാനെന്ന പിതാവിന് ആദ്യം തോന്നിയത് എന്റെ വൈഫിനെ വിളിച്ച് പറയണം, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം, എപ്പോഴും പറയുന്നത് കൊടുക്കരുത്. ഞങ്ങളടക്കം ഈ സ്വിഗ്ഗിന്നും സൊമാറ്റോന്നും ഒക്കെ ഒരുപാട് സാധനം മേടിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ നോക്കുന്ന ഏറ്റവും മാനദണ്ഡം ഏറ്റവും കുറഞ്ഞ വിലയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ആണ്. ഇന്ന ഓർഗനൈസേഷനിൽ 40% ഡിസ്കൗണ്ട് ഉണ്ട്, വേറെ ഒന്നിൽ 60% ഉണ്ട്, എന്നാൽ 60 മേടിക്കാന്ന് പറയും. ഈ 60ന്റെ ആൾക്കാർ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഒന്നും നമുക്കറിയില്ല. സാധാരണക്കാർ അപ്ലൈ ചെയ്യുന്ന ലോജിക്കാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഗൂഗിൾ പേയും നമ്മുടെ ഫോൺ പേയിലും ഒക്കെ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും. ആ ഡിസ്കൗണ്ടിൽ 50%, 60%, ഇന്ന് പിസ്സ 80% ഫ്രീ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് പിസ്സ മേടിക്കാം. ഞാൻ ചിന്തിക്കുന്ന സ്വാഭാവികമാണ്. അവിടെയാണ് ഞാൻ അടക്കമുള്ള സാധാരണക്കാർക്ക് ഇതുപോലത്തുള്ള ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. ആരോഗ്യരംഗത്തെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആത്മീയ രംഗത്തുള്ള ഫാദറിനെ പോലുള്ളവരെ, സാമൂഹിക രാഷ്ട്രീയ ഭരണ മേഖലയിൽ നിന്നുള്ളവരെ,
അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകളും വളരെ പ്രസക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ ഞാൻ കൂടുതൽ ഒരു പഠിതാവെന്ന രീതിയിൽ അല്ലെങ്കിൽ ലേൺ എന്ന രീതിയിൽ ഇരിക്കുകയും കേൾക്കുകയും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം ചെയ്യുന്നതാണ്. ഞങ്ങൾ വെജിറ്റേറിയനാണ്, അതുകൊണ്ട് ഷവർമ പോലുള്ള കാര്യങ്ങൾ കഴിക്കാറില്ല. പക്ഷേ ഇത്തരം എല്ലാ കാര്യങ്ങളും, എന്റെ അടുത്തൊരു സുഹൃത്തുണ്ട് നാഷ്, അദ്ദേഹത്തെ അടക്കം ഞാൻ ഇത് കഴിഞ്ഞ് വിളിച്ചു പറയണമെന്ന് വിചാരിച്ചാൽ നമ്മൾ സ്ഥിരം ഷവർമ കഴിക്കുന്ന ഒരാളാണ്. അപ്പോ ഇത്തരം ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിന്റെ ഭാഗമായി വരണം. അതിലൊരു നിതാന്ത ജാഗ്രത വേണം. എന്ത് വൈറ്റ് യു ആർ വാട്ട് യു ഈറ്റ് നമ്മൾ പറയാറുണ്ട്. ആധുനിക കാലത്തെ ഒരു ഫിലോസഫി എന്ന രീതിയിൽ യു ആർ വാട്ട് യു ഈറ്റ്, നിങ്ങൾ എന്ത് കഴിക്കുന്നു നിങ്ങൾ അതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനർത്ഥം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അതാണല്ലോ നമ്മുടെ ശരീരവും രക്തവും ഒക്കെയായി മാറുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിന്റെ ആഴമേറിയ തലങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഒരു ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടയും ജീവിത രീതിയുടെ ഭാഗമാകുന്നതിന്റെയും പ്രാധാന്യവും പ്രസക്തിയും ഊന്നി പറയാൻ വളരെ പ്രസക്തമാണ് ഇത്തരം ചർച്ചകൾ. വളരെ വ്യക്തമാണ്. ഫാദർ ജോൺസൺ പാലപ്പള്ളി, നമ്മൾ ഈ ഭക്ഷ്യ സുരക്ഷയെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ചർച്ചയ്ക്ക് എടുക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഫുഡ് വ്ലോഗേഴ്സ് എന്ന പുതിയതായി മുളച്ചു പൊന്തുന്ന ഈ ഒരു കൂട്ടായ്മ. നമുക്കറിയാം ചിലരുടെ ഒരു തൊഴിൽ മേഖല തന്നെയാണ് ഈ ഒരു ഫുഡ് വ്ലോഗിങ്. പക്ഷെ അത് അനേകരെ സ്വാധീനിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നിരവധി ഫുഡ് വ്ലോഗേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. നമുക്കറിയാം അവർ ചെയ്യുന്ന പലതും പെയ്ഡ് ആണെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തീർച്ചയായും മനസ്സിലാകും. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പലപ്പോഴും ഈ ഭക്ഷ്യ വിഷബാധയൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഫുഡ് ബ്ലോഗേഴ്സ് എന്ന ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അത്തരം ഒരു ജോലി എടുക്കുന്നവർ കുറെ കൂടി ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു വരേണ്ട ഒരു സമയമായിട്ടില്ലേ ഫാദർ ജോൺസൺ പാലപ്പള്ളി? ഈ കോവിഡ് കാലഘട്ടത്തിൽ രാശി തെളിഞ്ഞ ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഫുഡ് വ്ളോഗേഴ്സ്. ഒരു നിസ്സാരം ഒരു നാരങ്ങാവെള്ളം ഉണ്ടാക്കി അതിന്റെ രീതി വിശദീകരിക്കുന്ന ഒരു വ്ളോഗിന് പോലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് അതിനകത്ത് ഉണ്ടാകുന്നത്. നമുക്കറിയാലോ, തമിഴ്നാട്ടില് ഒരു പിതാവും 4 മക്കളും കൂടി നടത്തുന്ന ഫുഡ് വ്ളോഗേഴ്സ് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫുഡ് വ്ളോഗ് ചാനൽ, അതുപോലെ മലയാളത്തിലും. അതുകൊണ്ട് നമുക്കിത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. അത്ര മനോഹരമായിട്ട്, അതായത് മലയാളികളുടെ ഭാവനാശേഷിയും കർമ്മശേഷിയും ഒക്കെ വളരെ വ്യക്തമായിട്ട് വെളിവാകുന്ന ഒരു മേഖലയാണ് ഈ ഫുഡ് വ്ളോഗിങ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ അതായത് ചില ഫുഡ് ബ്ലോഗ് വന്നു കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ ടാക്സി വിളിച്ച് അവിടെ പോയി ഇത് കഴിച്ചാലേ മതിയാകൂ എന്ന് തോന്നുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടും ഭാവുകത്വം നിറച്ചും അതിഭാവുകത്വം നിറച്ചും അവതരിപ്പിക്കുന്ന ഫുഡ് ബ്ലോഗേഴ്സ് നമ്മുടെ മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ജോർജി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഫുഡ് ബ്ലോഗേഴ്സിന്റെ എല്ലാവരുടെയും അല്ല, എന്നാൽ മിക്കവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം അതൊക്കെ പ്രൊമോ വ്ളോഗിംഗ് ആണ് എന്ന് നമ്മൾ അല്പം ദുഃഖത്തോടുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ഈ ഫുഡ് വ്ളോഗിങ്ങിലും ഒരു സെൻസർഷിപ്പ് ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. നമുക്ക് സിനിമയിലൊക്കെ സെൻസർഷിപ്പ് ഉണ്ട്. ഈ സിനിമ നമ്മൾ കാണുമ്പോഴേക്കും നമ്മുടെ വയറ്റിലേക്ക് പോകുന്നില്ല, നമ്മുടെ ശരീരത്തിലേക്ക് പോകും, നമ്മുടെ ചിന്തകളിൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ നമ്മുടെ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷണം കഴിക്കുവാനായിട്ട് ഒരാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ കണ്ടന്റുകളിൽ നിർബന്ധമായിട്ടും സെൻസർഷിപ്പ് ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് വളരെ കൗതുകം. കാരണം സിനിമയ്ക്ക് മാത്രം പോലെ ഈ സെൻസർഷിപ്പ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പെയ്ഡ് ആയിട്ടുള്ള ഈ ഫുഡ് പ്രൊമോഷൻ ബ്ലോഗുകളും നമ്മളെ ഒരുപക്ഷെ തെറ്റായ ദിശയിലേക്ക്, പ്രത്യേകിച്ച് കുട്ടികളെ, യുവാക്കന്മാരെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഒരല്പം അതിഭാവുകത്വം നിറഞ്ഞ ഒരു ആശയമാണ് ഇത് പങ്കുവെക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇതിനും ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസാഹാരം കഴിക്കുന്നത് മലയാളികളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സ്പൈസി ഫുഡ് കഴിക്കുന്ന ഗ്രൂപ്പുകാർ ഈ മലയാളികളാണ്. ഈ വിദേശത്തൊക്കെ പോകുമ്പോഴേക്കും അവർ പറയാറുണ്ട്, ഈ മലയാളികളുടെ വേർപ്പിന് പോലും ഒരു രൂക്ഷ ഗ്രന്ഥം. അത് കാരണം നമ്മൾ ഈ കൺസ്യൂം ചെയ്യുന്ന ഈ ഓവർ സ്പൈസി നമ്മുടെ വേർപ്പിനെ പോലും അത് ദുർഗന്ധമാക്കുന്നുണ്ട്. അതുകൊണ്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഫാദേഴ്സൊക്കെ പറയുന്നത്, അവര് ഈ സ്പൈസി ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്കും വളരെ സൂക്ഷിച്ചാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പിന്നെ മലയാളിയുടെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ഈറ്റിംഗ് ടു സാറ്റിസ്ഫൈ അവർ ടേസ്റ്റ് ബഡ്സ്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ 2 ഇഡ്ഡലി 3 ഇഡ്ഡലി കഴിച്ചു. 3 ഇഡ്ഡലി കഴിച്ചപ്പോഴത്തേക്ക് അത് ആമാശയത്തിന് അത്രയും മതി. എന്നിരുന്നാൽ പോലും എന്റെ ടേസ്റ്റ് ബഡ്സിനെ ആ ഇഡ്ഡലി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന കാരണത്താൽ എന്റെ ടേസ്റ്റ് ബഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞാൻ 4ാമത്തെയും 5ാമത്തെയും ഇഡ്ഡലി കഴിക്കുമ്പോൾ അത് ഓവർ ഈറ്റിംഗ് ആണ്. പക്ഷെ ആരോഗ്യകരമായ ഭക്ഷണശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭക്ഷണ രീതിയല്ല ആരോഗ്യകരമായ ഭക്ഷണ രീതി.
ഈ നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് ഷവർമ ആകട്ടെ, കുഴിമന്തി ആകട്ടെ, ഗ്രിൽ ചിക്കൻ ആകട്ടെ, അൽഫാം ആകട്ടെ, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ രസമുകുളങ്ങൾക്ക് രസം കൊടുക്കുക എന്നുള്ള നമ്മുടെ ബലഹീനതയാണ് ഈ ഭക്ഷണ സംസ്കാരമൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നത്. ആ ചൂഷണം ചെയ്യപ്പെടുന്നവർക്ക് കുട പിടിക്കുകയാണ് മലയാളത്തിലെ നിയന്ത്രണമില്ലാത്ത, എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ബ്ലോഗർമാർക്ക് കടിഞ്ഞാണിടേണ്ട സമയം, എസ്പെഷ്യലി ഫുഡ് ബ്ലോഗർമാർക്ക് കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങ് ഈ യുവജനങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അങ്ങയോട് കൂടി ചോദിക്കുകയാണ്, ഈ ഫുഡ് ബ്ലോഗിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് എന്താണ് പങ്കുവെക്കാനുള്ളത്? അല്ല, ഫാദർ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം പലപ്പോഴുമേ ഇവര് മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഹാഫ് ട്രൂത്ത്, അതിനെ ഓവർ ഗ്ലോറിഫിക്കേഷൻ പലതും പെയ്ഡ് ആയിട്ട് ചെയ്യുന്നത് നമുക്കറിയാം. അങ്ങ് പറഞ്ഞതുപോലെ വളരെ കറക്റ്റാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം പലതും പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ബാക്കി ഒന്നും ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ട്രാവൽ വ്ളോഗിംഗ് ഒക്കെ ഒരു സ്ഥലം ചെന്ന് ആ സ്ഥലം അത്ര നല്ലതല്ലെങ്കിലും ഗംഭീര സ്ഥലം എന്ന് പറഞ്ഞാലും ആർക്കും നഷ്ടമൊന്നും പെടാൻ പോകുന്നില്ല. കൂടി ഒന്ന് അവിടെ പോയി നമ്മൾ തിരിച്ചു വന്ന് നിരാശരാകുമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വയറ്റിനുള്ളിലേക്ക്, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് അത് പോകുമ്പോൾ പലപ്പോഴും ഡേഞ്ചറസ് ആയ തലങ്ങളിലേക്ക് അത് പോകാൻ ചാൻസ് ഉണ്ട്. ഫാദർ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ഫുഡി അല്ല, പക്ഷെ എന്റെ വൈഫ് വളരെ ഫുഡിയാണ്, എന്റെ അമ്മ ഭയങ്കര ഫുഡിന് താല്പര്യമുള്ളവരാണ്. അവരൊക്കെ ഈ കുക്കിങ്ങും മറ്റേ യൂട്യൂബ് അടക്കമുള്ള സാധനങ്ങളാ കാണുന്നത്. ഇതിന് പറയുന്ന ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ശരിയാണെന്ന് അസ്യൂം ചെയ്തങ്ങ് പോവുക. അവൻ കൂടുതൽ വ്യൂസ് ഉള്ളതോ കൂടുതൽ ലൈക്ക് ഉള്ളതോ ശരിയാണെന്നോ ഇത് പോപ്പുലർ ആണെന്നോ കരുതി അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു തരത്തിൽ റെഗുലേഷൻ, ഇപ്പം ഇത് എന്താ പറയുക, ഈ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഒന്നിലും ഇല്ല. അപ്പൊ ഒരു റെഗുലേഷനോ ചാനലൈസേഷനോ ഏതെങ്കിലും രീതിയിൽ എന്താ പറയണേ ഒരു സൂപ്പർവിഷനോ എന്താണെങ്കിലും, അതിനിപ്പോ സെൻസർഷിപ്പ് എന്ന് വിളിച്ചില്ലെങ്കിൽ പോലും ഒരു റെഗുലേഷനോ എന്തെങ്കിലും കാര്യം വേണം. കാര്യം നമ്മുടെ ശരീരത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. മനസ്സും ശരീരം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനസ്സ് കുറച്ചുകൂടെ അമോർഫസ് ആണെന്ന് പറയാം. മനസ്സിനെ ബാധിക്കുന്നു എന്ന് പറയുന്നത് കുറച്ചുകൂടെ സബ്ജക്റ്റീവായ തലമാണ്. പക്ഷേ ശരീരത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണല്ലോ. ടോക്സിക് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ അത് ഡയറക്ട്ലി ഡാമേജിങ് ആണ്. അതുകൊണ്ട് ആ ശരീരം എന്ന് പറയുന്ന കുറെ കൂടെ കോൺക്രീറ്റും കുറെ കൂടെ ഒബ്ജക്റ്റീവുമായ ഒരു ഫാക്ടറും കൂടെയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ മതങ്ങളും പറയുന്നത് ശരീരം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാസസ്ഥലമാണെന്നൊക്കെ പറയുന്നതിന്റെ റീസണും അതാണ്. ആ ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് ആത്മീയമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയണം. അത് ഈ വ്ളോഗേഴ്സും അല്ല, എനിക്ക് തോന്നുന്നു ഈ വിഷയം വളരെ പ്രസക്തമാണ്. അങ്ങയുടെ ചാനൽ പോലെ നമ്മുടെ എല്ലാ മുഖ്യധാരാ ചാനലുകളും ഈ വിഷയത്തെ കുറിച്ച് സീരിയസ് ആയി എടുക്കുകയും, കാര്യം പലപ്പോഴും ആൾക്കാർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ഞാൻ അടക്കമുള്ള സാധാരണക്കാർ പലപ്പോഴും കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഒരു ലെയിം ആറ്റിറ്റ്യൂഡിലേക്കാണ് പോകുന്നത്. പലപ്പോഴും ആൾക്കാർ 40-45 വയസ്സ് കഴിയുമ്പോൾ ശാരീരികമായ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് കുറെ കൂടെ സീരിയസ് ആയി നോക്കുന്നത്. ഞാൻ തന്നെ കുറെ കൂടെ ശരീരം സീരിയസ് ആയി നോക്കാൻ തുടങ്ങിയത് ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ നടുവേദന വന്നു, പിന്നീട് വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ്. അപ്പം സ്വന്തം ശരീരത്തെ കുറിച്ച് ഒരു എന്താ പറയണേ ഒരു ലാക്ക് ഓഫ് പ്രോപ്പർ കെയർ ആറ്റിറ്റ്യൂഡ്, സെൽഫ് കെയറിന്റെ ആറ്റിറ്റ്യൂഡ് സാധാരണക്കാർക്ക് ഉണ്ടാകും. എനിക്കത് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചു കാലം മുമ്പാണ് അത് മാറിയത്. അപ്പൊ ഇത്തരം ചർച്ചകൾ ആ ആരോഗ്യത്തെ, ശരീരത്തെ പ്രോപ്പറായി നിൽക്കുന്നതിന്റെ പ്രസക്തി ഊട്ടി ഉറപ്പിക്കുകയും നമ്മുടെ ഈ ഹൈജീൻ, സോഷ്യൽ ഹൈജീൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കൊടുക്കുകയും, നമ്മൾ പലപ്പോഴും വെളിയിൽ പോകുമ്പോൾ നമ്മളെല്ലാം ഈ ഹോട്ടലിന്റെ ഫ്രണ്ട് മുറി മാത്രമേ നോക്കാറുള്ളൂ, അല്ലെങ്കിൽ വെളിയിലുള്ള ബാനറെ നോക്കാറുള്ളൂ. ഉള്ളിൽ എത്ര വൃത്തിഹീനമാണെന്നോ പഴയ അതാണെന്നോ ഒന്നും നോക്കാറില്ല. അവിടെയാണ് നിരന്തരമായ ചെക്ക്, നിരന്തരമായ മാധ്യമ ജാഗ്രത, സോഷ്യൽ ഓഡിറ്റ്, ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പേര് പറയുന്നില്ലെങ്കിലും തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് 2.5-3 വർഷം പഴയ സാധനങ്ങൾ അവർ ഈ ഫ്രിഡ്ജ് വെച്ചൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞു. വലിയ വാർത്തയായിരുന്നു അതൊന്ന് വന്നപ്പോൾ, കുറച്ചു കാലം മുമ്പ് സമാനമായ ഒരു പ്രശ്നം വന്നപ്പോൾ. അപ്പോൾ എനിക്ക് അതിന്റെ ശാസ്ത്രീയ വശം അറിയില്ല, പക്ഷേ ഇത്രയും പഴയ ഫുഡ് എത്ര ഫ്രീസറിൽ വെച്ചാലും അതിന് എത്രമാത്രം ഗുണം ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങൾ സംശയമാണ്. കാര്യം നമ്മളിപ്പം ഭക്ഷിക്കുന്ന കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടാകണം. അതിന് സോഷ്യൽ ഓഡിറ്റ്, മാധ്യമ ജാഗ്രത, ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നടപടികൾ, ഇതൊരു വലിയ വേക്കപ്പ് കോൾ ആകട്ടെ. ആ കുട്ടി നമ്മളെ വിട്ടുപോയി, ആ കുട്ടിയുടെ മരണം ഒരുപക്ഷെ നമ്മളിലുള്ള ഒരുപാട് പേരുടെ ജീവിതവും ആരോഗ്യവും ഉണർത്താനായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ വ്യക്തമാണ്. വളരെ പ്രസക്തമായ ആശയങ്ങളാണ് ശ്രീ രാഹുൽ ഈശ്വർ പങ്കുവച്ചത്. ഡോക്ടർ മേരി റെജീന, നമ്മൾ ഈ ഒരു ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ ഒരു ഭക്ഷ്യ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു പ്രതികൂലമായ ഘടകങ്ങൾ, അത് എത്രത്തോളം പ്രതികൂലമായി മലയാളിയെ ബാധിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. നമ്മുടെ ഈ ഒരു യുവതലമുറയുടെ ഒരു ആരോഗ്യത്തിന്റെ ഒരു ഭാവി എത്രമാത്രം ശോഭനമാണ് ഡോക്ടർ മേരി റെജീന? ശോഭനമല്ലാതാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം യുവജനങ്ങൾ വളരെ ഉത്തരവാദിത്വം ഉള്ളവരാണ്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഇവിടെ നമ്മൾ എല്ലാവരും സൂചിപ്പിച്ചതാണ്, ആദ്യം സ്വയം ഒരു ഉത്തരവാദിത്വം വേണം. എന്റെ ശരീരം നോക്കേണ്ടത് ഞാനാണല്ലോ.
മറ്റൊരാളെ നമ്മൾ ഏൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ എന്ത് ഭക്ഷിക്കണം, എന്റെ ശരീരം എങ്ങനെയാണ് നന്നായി സൂക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണേലും നല്ല കൂട്ടുകെട്ടുകളെ പോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുന്ന കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടാൻ യുവജനങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാൻ തോന്നിയാണ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ. അതൊരു വലിയ കാര്യമാണ്. നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്കുള്ളത് എന്നുള്ള ബോധം. സ്വന്തം ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം, അവരിനോടുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ടായിരിക്കണം. കാരണം അത് ഈ ഹോട്ടൽ മേഖലയിലോ ഭക്ഷ്യ വിപണി മേഖലയിലോ ഇല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മുതൽ ഒരു സിവിക് സെൻസ് ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങിയതിന് അവരിനോടുള്ള ഒരു ഉത്തരവാദിത്വം. മൂന്നാമതാണ് സർക്കാരിനും ഭരണകൂടങ്ങൾക്കും പൊതുവെ ഉണ്ടാകേണ്ട ഉത്തരവാദിത്വം. ഈ എല്ലാവരും അവനവന്റെ കടമ നിർവഹിച്ചാൽ പ്രശ്നമുണ്ടാകില്ല എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. ഈ യുവജനങ്ങളുടെ കാര്യം പ്രത്യേകം പറയുമ്പോൾ യുവജനങ്ങള് അവനവന്റെ ശരീരം സൂക്ഷിക്കാൻ ഇനി നമുക്ക് പ്രത്യേകം കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ഭക്ഷണം, യുവജനങ്ങളാണ് നാളത്തെ രാജ്യത്തിന്റെ കരുത്ത്. അവർക്കുണ്ടാകുന്ന ഓരോ ചെറിയ ആപത്തുകളും ക്ഷീണവും നമ്മുടെ രാജ്യത്തെയും വികസനത്തെയും നമ്മുടെ എന്താ പറയാ എല്ലാ തലങ്ങളിലും കുടുംബങ്ങളെയും മാനസികവും ശാരീരികവുമായി ബാധിക്കും എന്ന സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാൻ യുവജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വളരെ വ്യക്തമാണ്. ഫാദർ ജോൺസൺ പാലപ്പള്ളി സേമിക്, ഈ ഭക്ഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്തു. ഈ നമ്മുടെ തനതായ ഒരു ഭക്ഷ്യ സംസ്കാരമുണ്ട്. അതിന് വിഭിന്നമായി അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ഭക്ഷ്യ സംസ്കാരം, അറബിക് ഫുഡ് ആയിക്കോട്ടെ, ഈ ഒരു ചൈനീസ് ഫുഡ് ആയിക്കോട്ടെ, അതിന്റെ ഒരു കടന്നുകയറ്റം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഹോട്ടൽ വ്യവസായത്തെ അത് എത്രത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കും? ഫാദർ ജോൺസൺ പാലപ്പള്ളി. നമ്മുടെ നാട്ടില് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രത്യേകതരം കടകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വീട്ടിലെ ഊണ്, അമ്മച്ചിയുടെ അടുക്കള തുടങ്ങിയ പേരിലുള്ള വീടിനോടനുബന്ധിച്ചിട്ടുള്ള ഭക്ഷണ കടകളാണ്. അതിനോട് അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ ഒരു വല്ലാത്തൊരു ഗൃഹാതുരത്വം നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മലയാളികളുടെ അടിസ്ഥാന ഭക്ഷണശീലം പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ചോറാണ്. എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ ഈ ചോറുണ്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ ഏത് ഭക്ഷണ സാധനം കഴിച്ചാലും നമുക്ക് കിട്ടില്ല എന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന സാധനമാണ്. ഇപ്പൊ രാഘുലേശ്വര ഒരു പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു സുഖമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സുഖം വരും. പക്ഷെ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സുഖമാണ്, കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിക്ക് വളരെ തളർച്ചയാണ്. നമുക്ക് ഈ സിംഹമൊക്കെ ഈ ഇര കഴിക്കുന്നതിന് ശേഷം ഇങ്ങനെ ദിവസങ്ങളോളം ഇത് ദഹിക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുന്ന പറയുന്നത്. അതെന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള നോൺ വെജ് ഭക്ഷണശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗതമായ മലയാളിയുടെ നല്ല ഭക്ഷണശീലത്തെയും അത് ഏറെ ബാധിക്കുന്നുണ്ട്. ഞാനൊരു സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് കുറെ കാലം ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ക്യാൻറ്റീനില് അപ്പം ആഴ്ചയിൽ ഒരിക്കല് വെജിറ്റബിൾ ഞങ്ങൾ കമ്പൽസറി ആക്കി. അന്ന് നോൺ വെജിറ്റബിൾ ഒന്നും കൊണ്ടുവരാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ ക്യാൻറ്റീനിലും വിളമ്പില്ല. അന്ന് പല കുട്ടികളും ഈ ക്യാൻറ്റീനിലേക്ക് വരില്ല. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള ഈ നമ്മുടെ അറേബ്യൻ ഫുഡിന്റെ ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ക്യാൻറ്റീനിലേക്ക് പോലും വരികയുള്ളൂ. അതുകൊണ്ട് ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ അറബിവൽക്കരണം നമ്മുടെ തനതാത്മകമായ മലയാളിയുടെ പാരമ്പര്യ ഭക്ഷണശീലത്തെ തകിടം മറിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് ഈ ആശുപത്രിയാണ്. എന്തുമാത്രം ആശുപത്രികളാണ് വളർന്നു, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്തുമാത്രം വളർന്നു. എന്നിരുന്നാൽ പോലും ഏത് ഹോസ്പിറ്റലുകളിലും ക്യൂ ആണ്. ഒരു ഹോസ്പിറ്റലിൽ പോലും രോഗികളെ കിട്ടാതെ ഹോസ്പിറ്റലിൽ എണ്ണം എന്തുമാത്രം കൂടുന്നു അത്രമാത്രം രോഗികൾ കൂടും. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിനോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന മറ്റൊരു ബിസിനസ് രംഗമാണ് നമ്മുടെ ഹോട്ടൽ വ്യവസായവും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വ്യവസായം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് മത്സരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാഹുൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വി ബിക്കം വാട്ട് വി ഈറ്റ്. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നുവോ അത് നമ്മൾ ആയിത്തീരും. അതുകൊണ്ട് ഭക്ഷണം ഒരു മരുന്നാണ് എന്ന് നമ്മൾ ആദ്യം വിചാരിക്കുക. അല്ലെ, ഭക്ഷണത്തെ ഒരു മരുന്നായിട്ട് കണക്കാക്കുന്നില്ല എങ്കിലും മരുന്നിനെ ഭക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും എന്നുള്ളത് നമ്മുടെയൊക്കെ ആവർത്തിച്ച് ചെല്ലുന്ന ഒരു പഴഞ്ചൊല്ലാണ്. അതുകൊണ്ട് കേരളത്തിന്റെ തനത് സംസ്കാര ഭക്ഷണശീലങ്ങളായ ചോറും കറിയും കഴിക്കുന്നതിന്റെ ആ ടേസ്റ്റിലേക്ക് നമ്മുടെ പുതുതലമുറ കടന്നു വരണം. അത് നമ്മുടെ ആരോഗ്യത്തിന് അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്
നമ്മുടെ രസമുകുളങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടായിരിക്കരുത്, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആമാശയത്തെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടായിരിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, നമ്മുടെ ചർച്ച സമാപിക്കുകയാണ്. വളരെ വളരെ ക്രിയാത്മകമായ ആശയങ്ങളാണ് ഇന്നത്തെ ഷെക്കീന ബിഗ് ഡിബേറ്റ് പങ്കുവച്ചത്. തീർച്ചയായും പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾ പങ്കുവച്ചത്. തീർച്ചയായും നമ്മുടെ ആരോഗ്യം നോക്കി വേണം നമ്മുടെ ഭക്ഷ്യ സംസ്കാരം രൂപപ്പെടുത്തുവാൻ. മലയാളിയുടെ ഒരു ഭക്ഷ്യ സംസ്കാരത്തെ അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾക്കെതിരെ ഭരണകൂടം തന്നെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്ന ഒരു ആവശ്യവും ഷെക്കീന ബിഗ് ഡിബേറ്റ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ രാഹുൽ ഈശ്വർ, ഡോക്ടർ മേരി റെജീന, ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA, 3 പേർക്കും പ്രത്യേകം നന്ദി.